നിയമസഭയിൽ അധിക്ഷേപ പരാമർശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണപക്ഷ എംഎൽഎമാരും. പ്രതിപക്ഷ അംഗത്തിൻ്റെ ശരീരഘടനയെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. 8.25 അടി വെച്ചതുപോലെ എന്നൊരു വർത്തമാനം തൻ്റെ നാട്ടിലുണ്ട്. സ്വന്തം ശരീരശേഷി വെച്ച് കഴിയാത്തത് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം. പ്രതിപക്ഷാംഗത്തിന്റെ ശരീരഘടനയെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത്. സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8.25 അടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമായിരുന്നു ഭരണപക്ഷ എംഎൽഎ ആയ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിന് മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് ആണത്തമുണ്ടെങ്കിൽ തനിക്കെതിരെയുള്ള ആരോപണം തെളിയിക്കണമെന്നായിരുന്നു വെല്ലുവിളി. അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. തെറ്റുപറ്റിയെന്ന് മനസ്സിലായതോടെ ആണത്തമുണ്ടെങ്കിൽ എന്ന പരാമർശം പിൻവലിക്കുന്നതായി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു. മീഡിയാസിനോട് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു നില എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സാർ. അത് പറഞ്ഞ കൂട്ടത്തിൽ, വിശദീകരണം പറഞ്ഞ കൂട്ടത്തിൽ ഒരു അൺപാർലമെന്ററി എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ആണത്തം എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു അൺപാർലമെന്ററി ആണ്, അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ. അത് സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നാലെ സഭയിൽ സംസാരിച്ച വി ജോയി എംഎൽഎയും അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. 8-10 പുരുഷ വാച്ച് ആൻഡ് വാർഡ് നിൽക്കുന്നിടത്ത് അതിനിടയിൽ ഒരേ ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡാണ് ഉണ്ടായിരുന്നത്. തള്ളണമെങ്കിൽ ആണത്വമുള്ള നിയമസഭാ അംഗമാണ് അദ്ദേഹമെങ്കിൽ അബദ്ധം പിണഞ്ഞെന്ന് തിരിച്ചറിഞ്ഞതോടെ മാറ്റി പറഞ്ഞാണ് തടിയൂരിയത്. വേണ്ട, ആണത്വം വേണ്ട. ശരി, അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പുരുഷൻ തന്റെ ഇടമുള്ളതാക്കാം. ശരി, തന്റെ ഇടമുള്ളതാക്കി തിരുത്തുകയാണ്. അപ്പൊ തന്റെ ഇടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളാണ്, പ്രതികരിക്കാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അവിടെ നിന്ന് പുരുഷ വാച്ച് ആൻഡ് വാർഡിനെ തള്ളണമായിരുന്നു. ജനം, തിരുവനന്തപുരം.